വെൽക്കം ബാക്ക് ടു ലിവിസ് കിച്ചൺ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു കിടിയിലെ മീൻകറിയാണ്. അയില വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇതിന് സവോള, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ ഒന്നും വേണ്ട, തക്കാളി ഒന്നും വേണ്ട. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. വേണ്ടി എടുത്തേക്കുന്നത് ഒരു മീഡിയം ടൈപ്പുള്ള അയിലയാണ്. ഞാൻ അയില നന്നായിട്ട് ഉപ്പ് മഞ്ഞളും ഇട്ട് കഴുകി എടുത്തേക്കുന്നതാണ്. പിന്നെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണ് നമ്മളിത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇത് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പം ഞാൻ ആ പാനിൽ തന്നെ എടുത്ത് വെച്ചേക്കുവാണ്. ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി. ഈ കറിക്ക് മല്ലിപ്പൊടി കൂടുതലാണ്. 1 ടേബിൾ സ്പൂൺ നോളം മുളക് പൊടിയും കാശ്മീരി ചില്ലിയും കൂടെ എടുത്തേക്കുവാണ്. അതായത് അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് ഉലുവ, പച്ച ഉലുവ. അപ്പം ഇത് എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. ഞാനിതിൻ്റെ സ്റ്റൗ ഒന്ന് ഓൺ ചെയ്തിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയും ഒക്കെ ഒരു പച്ച ചുവ ഒന്ന് മാറിക്കിട്ടണം. അപ്പം നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് മൂത്ത് എൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇത് ചെറു തീയിലിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമ്മൾ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരയും കൂടെ ചേർക്കുന്നുണ്ട്. കറക്റ്റ് 1 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര കണ്ടല്ലോ. ഇതിനി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതൊന്ന് സൈഡിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാരണം ഇതിൻ്റെ ജലാംശമൊക്കെ ഉണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ. ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തേങ്ങ മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേങ്ങ അതുപോലെ തന്നെ കിടന്നാൽ മതി. ജസ്റ്റ് അതിൻ്റെ ഒരു പച്ച ഇതൊന്ന് മാറിയിട്ട് ഈ നമ്മുടെ മസാലപ്പൊടിയൊക്കെ ആയിട്ടൊന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. കണ്ടല്ലോ, ഇപ്പം ഓൾറെഡി ഇതായി കഴിഞ്ഞു. നമ്മുടെ മസാല എല്ലാം മൂത്തു, തേങ്ങ എല്ലാം മൂത്തു. ഇതിനകത്ത് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് മൂത്തിട്ടുണ്ട് എല്ലാം, എങ്കിൽ പോലും നമ്മുടെ മുളക് പൊടിയുടെയും മല്ലിയുടെയും ഒന്നും ഒരു പച്ചക്കുത്തൽ വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ലാസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അത്രയും കൂടെ ഉള്ളൂ. കണ്ടല്ലോ, ഇതിനി നമുക്ക് തണുത്തതിന് ശേഷം നല്ലതായിട്ട് അരച്ചെടുക്കണം. മസാലക്കൂട്ട് തണുത്തിട്ടുണ്ട്. ഞാൻ അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മുടെ തേങ്ങയൊക്കെ നല്ലതായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, വറുത്തരച്ച കറിയുടെ കൂട്ടുള്ളൊരു കളറൊക്കെയാണ്. നമുക്കിനി ഒരു ചട്ടി വെച്ചിട്ട് മീൻകറി ഉണ്ടാക്കാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് ശരിക്കും ഒരു കുറുകിയ കറിയാണ്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ വെള്ളം ചേർക്കുക. ഇത് നല്ലതായിട്ട് കുറുകി വരുന്നൊരു കറിയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊടികളെല്ലാം അരയ്ക്കുമ്പോൾ അത് കുറച്ചേറെ വരും, അതായത് ഇരട്ടിച്ച് വരും നമ്മൾ അരച്ചെടുക്കുമ്പോഴത്. ഞാനപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. അതേപോലെ പുളി ഞാൻ കഴുകി വെച്ചിട്ട് വേറെ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണ്. ഇതും ചേർക്കുന്നുണ്ട്. ഇത് ഭയങ്കര പുളി ആയതുകൊണ്ട് ഞാൻ 2-3 എണ്ണവേ എടുത്തിട്ടുള്ളൂ. പുളി ഇട്ട് കൊടുക്കാം. 3 ചെറിയ പുളിയായുള്ളൂ. ഇനി കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മളിതിലോട്ട് വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് തിളച്ചിട്ട് നമുക്കിതിനകത്ത് മീനിട്ട് കൊടുക്കാം. നമ്മുടെ ചാറ് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഞാനപ്പം ഓരോ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഏകദേശം ഒരു 8 മീനോളം ഉണ്ട്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ അതനുസരിച്ചുള്ള കൂട്ടുകൾ കൂട്ടുക. അപ്പം നമുക്കിനി ഈ മീനൊന്ന് അടച്ചു വെച്ച് തിളപ്പിക്കാം. ഒരു 6-7 മിനിറ്റൊക്കെ നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് വേവിക്കുക. അപ്പോഴത്തേക്കും നമുക്ക് എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടും.
പിന്നെ നമ്മുടെ ചാറൊക്കെ വറ്റി നല്ല കുറുകിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിലോട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇതിലോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. കുറച്ചേ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കൈകൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചിട്ട് ഇതുപോലെ വെക്കാം. ഇന്നുണ്ടാക്കിയിട്ട് ഇത് ആക്ച്വലി നാളെ കഴിക്കണം, നാളെ ആ ടേസ്റ്റ് ഉള്ളൂ. അതേപോലെ അങ്ങ് എടുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു പുതിയൊരു റെസിപ്പിയായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.